ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ RRB NTPCയുടെ പരീക്ഷയിലേക്ക് നമ്മൾ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അതിൻ്റെ അപ്ലിക്കേഷനുള്ള ഡേറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി എന്തായാലും പഠിക്കാനുള്ള സമയമാണ്. നമ്മൾ എക്സാം ഇങ്ങനെ ഡേറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ, എന്ന് വരും, ഇന്ന് വരുമോ, നാളെ വരുമോ, അതേ നീണ്ടു പോകുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് കാരണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ഒരു തൊട്ട് മുമ്പേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നോക്കുക, അത് കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേര് നമ്മുടെ RRB NTPC പരീക്ഷയ്ക്ക് അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, ഗ്രാജുവേറ്റും ഉണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത RRBയിൽ എത്ര പേര് വന്നിട്ടുണ്ട്, അതല്ലേ നമ്മുടെ കൂടെ മത്സരിക്കുന്ന എത്ര പേരാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാലും അത് കളമറിഞ്ഞ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാം അല്ലേ. എന്നിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് ആ ജോലി, ഇന്ത്യൻ റെയിൽവേ നൽകുന്ന ആ ഒരു ജോലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, സ്വന്തമാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. RRB NTPC 2024 അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 12th ലെവലിൽ വരുന്ന ആപ്ലിക്കൻസിൻ്റെ എണ്ണം 12th ലെവലാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ എല്ലാ RRBs ഒന്നും എടുത്തിട്ടില്ല. നമ്മളെന്തായാലും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ള എവിടെ ആയിരിക്കും, സദേൺ റീജിയൻസിലോട്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു റീജിയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളും മുംബൈയും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. കാരണം അവിടെയെല്ലാം വേക്കൻസീസും കൂടുതലാണ്, അതുപോലെ എത്ര പേര് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കാര്യം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രം റീജിയണിൽ നമ്മുടെ RRBയിൽ ടോട്ടൽ ഫോം ഫില്ലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ്? ഏകദേശം 97,058 പേരാണ് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാട്ടോ. 97,058 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വേക്കൻസീസിൻ്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 112 വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മുടെ TVM RRBയിൽ 112 വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 97,058 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബംഗളൂരു റീജിയനിലേക്ക് വരുമ്പോഴത്തേക്കും 83,867 പേരാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് എത്രയായിരുന്നു? 60 ആയിരുന്നു വന്നിട്ടുള്ളത് അല്ലേ. ഇനി ചെന്നൈയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ സദേൺ റീജിയനിലുള്ള ആൾക്കാരായാലും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നതും ചെയ്യാൻ സാധ്യതയുള്ള ഏതാണ്? നമ്മുടെ ചെന്നൈ റീജിയനാണ്. 2,89,908 ഫോം ഫില്ലപ്പ് അവിടെ നടന്നു കഴിഞ്ഞു. 2 ലക്ഷം പേരാണ് അപേക്ഷിക്കുന്നത്. വേക്കൻസി എത്ര നോക്കുക? 198 വേക്കൻസീസ് ആണ് കേട്ടോ. അടുത്ത് നോക്കുക, സെക്കന്ദരാബാദാണ് അടുത്ത് ആപ്ലിക്കൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത്. അത് 81,683 ആണ്. അത് 89 വേക്കൻസീസ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ. ഇതിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും വേക്കൻസീസ് ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വെസ്റ്റ് ബംഗാളിലും മുംബൈയിലും ഒക്കെയാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഏകദേശം 4 ലക്ഷം പേര്, 4,10,156 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി. അവിടെ 452 വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഇനി മുംബൈ റീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെൻട്രലിലേക്ക് വരുമ്പോൾ മുംബൈ നോക്കുകയാണെങ്കിൽ 4,50,729 പേര്, 4,50,729 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വേക്കൻസി കൂടുതലായിട്ടുള്ള സ്ഥലമാണ് മുംബൈ. 699 വേക്കൻസീസ് ആണ് അവൈലബിൾ ആയത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് നോക്കുക. 112 വേക്കൻസീസ് ആയിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 60 വേക്കൻസീസിനായിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 699 വേക്കൻസിക്കായിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം നോക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മിക്ക ആൾക്കാരും, അതായത് മലയാളികൾ മിക്കവരും അപ്ലൈ ചെയ്തിട്ടുള്ള റീജിയൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അറിയാം എത്ര വേക്കൻസീസ് ഉണ്ട്, എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് NTPCക്ക് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോം ഫില്ല് ചെയ്ത ആൾക്കാരുടെ ഡേറ്റയുണ്ട്, അതുപോലെ വേക്കൻസിൻ്റെയും ഡേറ്റയുണ്ട്. നോക്കുക, TVM 1,42,592 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 174 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കുള്ളത്. ബംഗളൂരു 3,10,336 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്ര വേക്കൻസീസിന് വേണ്ടിയിട്ടാണ്? 496 വേക്കൻസീസിന് വേണ്ടിയിട്ടാണ് 3 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്കും 2,71,241 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 436 വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കന്ദരാബാദിലേക്ക് വരുമ്പോൾ 3,06,470 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 478 വേക്കൻസി സെക്കന്ദരാബാദിലുണ്ട്. അടുത്ത വെസ്റ്റ് ബംഗാൾ, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വെസ്റ്റ് ബംഗാളിലായിരുന്നു ഗ്രാജുവേറ്റ് ലെവൽ വന്നത്. 1,382 വേക്കൻസി അല്ലേ. അവിടെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കണ്ടോ, 5,35,692 പേര് എന്ത് ചെയ്തു, വെസ്റ്റ് ബംഗാൾ റീജിയനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുംബൈയിലേക്ക് വരുമ്പോഴത്തേക്ക് 827 വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് മുംബൈയിലാണ്. 4,10,899 ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസും നമ്മുടെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള റീജിയൻസിലെ RRBസിലെ ടോട്ടൽ ഫോം ഫില്ലപ്പ് ഡേറ്റയും നമ്മൾ കണ്ടു. ഓക്കെ, എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക്, കാരണം 5 വർഷത്തിന് ശേഷമാണ് RRB NTPCയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലേ. 2019 ലാസ്റ്റ് വന്നത്. അപ്പോൾ എന്തായാലും
ഒന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഒരു 5 ഇയർ ഗ്യാപ്പ് ഏകദേശം ഉണ്ട് അതിനകത്ത്. 5 ഇയർ ഗ്യാപ്പ് നമുക്ക് എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട്. പിന്നെ ഇനി ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 5 വർഷം വരുമ്പോഴത്തേക്കും വേക്കൻസി ഇത്രയും വേക്കൻസി കൂടേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കാരണം ഇത് വർഷം ഇനി തൊട്ട് നടക്കും എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇയറിലെ കലണ്ടറും വന്നിട്ടുണ്ട് അല്ലേ, അടുത്ത വർഷത്തെ കലണ്ടറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു 6-7 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് ഏകദേശം 2025 അടുത്ത ഇതേ സമയം ആകുമ്പോഴത്തേക്കും നമ്മളൊരു ജോലിയിൽ ഉറപ്പായിട്ടും കയറിയിരിക്കും. NTPCയുടെ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസി വന്നിട്ടുള്ള പോസ്റ്റുകളിൽ ഉറപ്പായിട്ടും കയറിയിരിക്കും. അപ്പോൾ ഇത്രയും സ്പീഡായിട്ട് കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊരു ജോലി കയറാം. അപ്പോൾ ആ 5 വർഷത്തെ ഗ്യാപ്പ് അവിടെ വിട്ടോ, അതിൻ്റെ വേക്കൻസീസിൻ്റെ അതിൻ്റെ എണ്ണം കൂടുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസീസ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഇപ്പോൾ സദൺ റീജിയനിലൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തത്, എത്ര പേര് വന്നിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആൾക്കാരോട് കൂടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. 60 വേക്കൻസിക്ക് വേണ്ടിയിട്ട് 80,000 മുകളിൽ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ 1,00,000 മുകളിൽ ആൾക്കാരായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എത്ര വേണോ ആയിക്കോട്ടെ, 60 വേക്കൻസി ഉണ്ടോ, അതിൽ ഒരു വേക്കൻസി നമുക്ക് മതിയേ. ആ വേക്കൻസി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ആ ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയത്. പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സും അതിലേക്ക് ഇട്ടുക. അതിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, എക്സാം നടക്കാൻ സാധ്യതയുള്ളത് നമുക്കൊരു മാർച്ച് ടു ഏപ്രിൽ റീജിയൻ ഒരു ടൈമിലാണ്. അപ്പോൾ ഒരു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒഫീഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുന്നത്. എന്നതുകൊണ്ട് നമുക്ക് മാർച്ച് ടു ഏപ്രിൽ തന്നെ പറയാം കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ നവംബർ മാസം ഇന്നിപ്പോൾ എത്രയായി, 18-ാം തീയതി അല്ലേ, 18-ാം തീയതിയായി. ഇന്ന് 18-ാം തീയതിയായി. ഇനി ഏകദേശം 12 ദിവസം കൂടെ നമുക്ക് ഈ ഒരു മാസം തീരാനുള്ളൂ. അപ്പോൾ നവംബറിൽ ഏകദേശം ഒരു 10 ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നവംബറിൽ ഒരു 10 ദിവസം ഉണ്ട്. അടുത്ത ഡിസംബറിൽ നമുക്കൊരു 31 ദിവസം വരും. അതുപോലെ ജനുവരിയിൽ നമുക്ക് എത്രയായിരുന്നു, വീണ്ടും ഒരു 31 ദിവസം കിട്ടും. ഫെബ്രുവരി 2025 നോർമൽ ഇയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ 28 ദിവസമുണ്ട്. ഒരു നോർമൽ ഇയർ ആയതുകൊണ്ട് 28 ദിവസമായിരിക്കും ഫെബ്രുവരിയിലുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് 30, 60, 80, 90, 98 ഏകദേശം 100 ദിവസത്തോളം മാത്രമേ നമുക്ക് ഇനി മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. മാർച്ച് നമ്മൾ എടുക്കുന്നില്ല, മാർച്ചിലായിരിക്കും എക്സാം വരാൻ സാധ്യതയുള്ളൂ അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പാരാമെഡിക്കലിൻ്റെ എക്സാം നടക്കാനുണ്ട്, RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം നടക്കാനുണ്ട് റെയിൽവേയുടെ. അപ്പോൾ ആ എക്സാംസ് ഒക്കെ എന്ന് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ഈ നവംബർ 25 തൊട്ട് നമ്മുടെ ഡിസംബർ 29 വരെയുള്ള ആ ഡേറ്റ് കംപ്ലീറ്റ് റെയിൽവേയുടെ ഓൾറെഡി കലണ്ടർ വന്നിട്ടുണ്ട് അല്ലേ. അതിൽ JEയുടെ ആയാലും നമ്മുടെ ALPയുടെ ആയാലും ടെക്നീഷ്യൻ്റെ ആയാലും RPF SIയുടെ ആയാലും എക്സാം ഒക്കെ അതിനിടയ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് എന്തായാലും കൊണ്ടുവന്ന് NTPC ഇടാനുള്ള സാധ്യതയില്ല. പിന്നെ ഉള്ളത് ജനുവരിയിലായിരിക്കും. ജനുവരിയിൽ SSC GDയുടെയൊക്കെ എക്സാം ഡേറ്റ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്, ജനുവരി ഫെബ്രുവരി ആ ടൈം പീരീഡിനുള്ളിൽ. അത് മാത്രമല്ല നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നടക്കാനുള്ള ഇനി ബാലൻസ് നിൽക്കുന്ന RPF SIയുടെ കോൺസ്റ്റബിളിൻ്റെയും അതുപോലെ തന്നെ പാരാമെഡിക്കലിൻ്റെ എക്സാം നടക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് NTPCയിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എത്രയായിരിക്കും, മാർച്ച് മാസത്തിൽ മാർച്ച് 2 തന്നെ ആയിരിക്കും നമുക്ക് എന്ത് എക്സാം എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുവരെയുള്ള സമയമുണ്ട്. ഈ 100 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതിന് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ദിവസം എത്ര വേണോ, അത് 1 മാസം ആയിക്കോട്ടെ 2 മാസം ആയിക്കോട്ടെ, അതിനുശേഷം അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് ബോണസ് ഡേയ്സ് ആണ്. ആ ദിവസങ്ങളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, നമ്മുടെ അറിവ് കൂടുതൽ എന്ത് ചെയ്യുക, ആഴത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അധികം ഓടിക്കതയ്ക്കാതെ തന്നെ നമുക്ക് ഏറ്റവും എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിലെത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും പിന്തള്ളി എന്താ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നിട്ട് കാര്യമില്ല, നമുക്ക് ഏറ്റവും ടോപ്പിൽ വരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് പോസ്റ്റിംഗ് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് CBT 1 പഠിക്കണം, അതുപോലെ CBT 2 പഠിക്കണം. CBT 1 QA ഉണ്ട്, റീസണിംഗ് ഉണ്ട്, അതുപോലെ GK GS ഉണ്ട്. അപ്പോൾ ഈ QAയിലും റീസണിങ്ങിലും GK GSും അപ്പോൾ 40 മാർക്ക് 30 മാർക്ക് 40 മാർക്ക് എന്നുള്ള രീതിക്കാണ് അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കാണ്. QA റീസണിങ് അറിയാവുന്നവർക്ക് CBT 1 ക്ലിയർ ചെയ്യാൻ വലിയ പാടില്ല. കാരണം ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. പ്യൂർലി നമ്മുടെ സെലക്ഷൻ ബേസ് ചെയ്തിരിക്കുന്ന CBT 2 പിന്നെ CBAT സ്കിൽ ടെസ്റ്റ് ഉള്ളതിനെ CBAT സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് ക്വാളിഫൈങ് ആണ്. ക്വാളിഫൈ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ CBT 2 ബേസ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് ഫുള്ളും കിട്ടുകയാണെങ്കിൽ 60, ഒരു 20-25 മാർക്കിനോളം നമുക്ക് എത്ര എവിടെ നോക്കിയാൽ മതി, നമ്മുടെ GK നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു 60 മാർക്ക്, ഈ 60 മാർക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 55 പറയാം, 55. അപ്പോൾ ഒരു 75+ നിങ്ങൾക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ, ഔട്ട് ഓഫ് 100 75+ നേടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലിയർ ചെയ്യും. ഏതാണ്, CBT 1 ക്ലിയർ ചെയ്യും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ QAയും റീസണിങ്ങിലും അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. രണ്ടാമത് പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ 2 പരീക്ഷയുടെ CBT 1 ആയാലും CBT 2 ആയാലും സിലബസ് സെയിം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെയും നമുക്ക് QA പഠിക്കണം, റീസണിങ് പഠിക്കണം,
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ GK/GS ആണ്. 35, 35, 50 എന്നുള്ളതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്വാളിഫൈ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് പൊസിഷൻ വരണം. 120 മാർക്കിനാണ് ആ പരീക്ഷ നടക്കുന്നത്. ഒരു 105 എബോ എങ്കിലും നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അവിടെ സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, റാങ്ക് ലിസ്റ്റ് നമുക്കൊരു 80 ആ ഒരു റേഞ്ച് വന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ പോസ്റ്റിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 105+ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോസ്റ്റിംഗ് കൺഫേം ആണ് കേട്ടോ. ഉറപ്പിക്കുക, നിങ്ങൾക്ക് ഉറപ്പിച്ച് ജോലി കിട്ടുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇനി നമ്മുടെ മുന്നിലുള്ളത് എന്തായാലും 100+ ഡേയ്സ് മാത്രമാണ് ഉള്ളത് അല്ലേ? ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം? നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NTPC അപേക്ഷിച്ചതിനാണ് നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 100 ദിവസം നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? പഠിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുത്തിയിരുന്ന് പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന് പഠിക്കുക. നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾ ഞാൻ ജോലി മതിയാക്കാനോ അല്ലെങ്കിൽ വേറെ പഠിക്കാൻ പോകുന്നോ അത് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും പറയത്തില്ല. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമുക്കറിയാം. നമുക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അവിടെ നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ ചെറുതായിട്ടൊന്ന് കുറയും. ഒത്തിരി കുറയ്ക്കരുത്, തീരെ ഉറക്കമില്ലാതാവരുത്. ചെറിയ രീതിക്ക് നമുക്ക് ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ബാക്കിയുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച്, സോഷ്യൽ മീഡിയയ്ക്ക് കുറച്ച് ദിവസം അവധി കൊടുത്ത് കേട്ടോ, അതിനെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NTPC കൊണ്ടേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. ഏകദേശം ഒരു നിങ്ങളൊരു 3-4 മാസം ഇരുന്നാൽ മതി കുട്ടികളെ. ഒരു 4 മാസത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വർഷം ആവട്ടെ, അടുത്ത വർഷത്തെ NTPCക്ക് നോക്കാം, അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡിക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഈ വർഷത്തെ NTPC നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ വർഷത്തെ NTPC എക്സാം കഴിഞ്ഞിട്ടില്ല. നമുക്ക് പഠിക്കാനായിട്ട് 100+ ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. ആ പഠിക്കാനുള്ള സമയം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് എടുക്കുക, അത് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. സിലബസ് മാക്സിമം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈച്ച് ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അത് ഒരു വട്ടമെങ്കിലും കവർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല ഹയർ കോൺഫിഡൻസ് ലെവലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ സിലബസ് കംപ്ലീറ്റും കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുക. രണ്ടാമത്, ഈ സിലബസ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫുൾ ക്വസ്റ്റ്യൻ നോക്കുക. ഫുൾ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ ടോപ്പിക് വൈസ് നോക്കുക. രണ്ടാമത് ഇതിന്റെ അനാലിസിസ് ചെയ്യുക. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വെയിറ്റേജ് കൂടുതൽ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏതാണ് വെയിറ്റേജ് കൂടുതൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ NTPCയുടെ 2019-22 കാലഘട്ടത്തിൽ നടന്ന NTPCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ നവംബർ മാസം തൊട്ട് നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഓൺ ആവുകയാണ്. ഏതൊക്കെ വരും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? റീസെൻ്റ്ലി നടന്ന എക്സാംസ് നോക്കുക. 1 ALP നോക്കുക, 2 ടെക്നീഷ്യൻ പോസ്റ്റ് നോക്കുക, 3 RPF SI, പിന്നെ കോൺസ്റ്റബിൾ നടക്കുക. RPF SI കോൺസ്റ്റബിൾ ഉണ്ട്. 4 JE ഉണ്ട് അല്ലേ? ഇത്രയും പരീക്ഷകൾ നമുക്കുണ്ട്. ഇതിനകത്തെല്ലാം സിലബസിൽ പറഞ്ഞ മാത്സ് ആയാലും റീസണിംഗ് ആയാലും GK എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, റെയിൽവേ റീസെൻ്റ് ആയിട്ട് എന്ത് സംഭവമാണ് അവർ എടുത്തു വെച്ചിരിക്കുന്ന ആ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയേ അവരുടെ പാറ്റേൺ പിടികിട്ടിയേ നമ്മൾ സിലബസ് കവർ ചെയ്തു. PYക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റ്, വീക്കിലി ഒരു 2 or 3 അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അവിടെ നമ്മുടെ ടൈം മാനേജ്മെന്റ്, അതുപോലെ അക്യുറസി, കൃത്യത, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും. അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പോകും. നമ്മൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന എല്ലാവരും നല്ലതാണ് കേട്ടോ. ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരു 2 ടെസ്റ്റ് പേര് നിങ്ങൾ എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ പുറകോട്ട് നിൽക്കുന്നത്, എന്താണ് നമുക്കുള്ള പ്രശ്നം. ആ ഒരു അനാലിസിസും കൂടെ ചെയ്തു പോകുമ്പോഴത്തേക്കും ഈ 3 ഘട്ടങ്ങൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എന്താണ് ഈ സംഭവത്തിലേക്ക് വരാം. പോസ്റ്റിംഗ് കൺഫേം ആണ് നിങ്ങൾക്ക് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു ടാർഗറ്റിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രമിക്കുക. CBT 1 75+, ഓക്കെ. അതുപോലെ CBT 2 ഒരു 105+ മുകളിലേക്ക് ഉള്ള മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ശ്രമിക്കുക. അതിന് ഈ ഒരു രീതിക്കൊക്കെ ഇത് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മിപ്പിക്കുകയാണ്. 100 days ആണ് നമ്മുടെ ചാലഞ്ച് അല്ലേ? 100 days ചാലഞ്ചിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇതിലായിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ എത്ര പേര് അപേക്ഷിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പ്ലാനിങ്ങിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഓക്കെ നമുക്ക് പഠിക്കാം, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ട ടെക്സ്റ്റ് വേണോ, പ്രിന്റഡ് ബുക്സ് വേണോ, ബുക്സ് ഉണ്ട്, ബുക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും തരാം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കോഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ പ്രിന്റഡ് ടെസ്റ്റ് അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ്, ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് പഠിച്ചിട്ട് ഈ 100 ദിവസം ഇരുന്ന് അങ്ങ് മരിച്ചു കിടന്ന് പഠിക്കുക പിള്ളേരെ. എന്നിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതിയിട്ട് ജോലി കയറുക, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. പിന്നെ ഒരിക്കലും ഈ പണ്ടത്തെ ചൊല്ലാണ്, അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ എന്ന് പറഞ്ഞുള്ളത്. അത് പക്ക കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്തില്ല, നമ്മുടെ മുന്നിലേക്ക് എത്താനേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ, നമ്മളെപ്പോഴും പിന്നിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കയറണം. നമ്മൾ ആരും തള്ളിയിടാനോ നമ്മൾ പുറകോട്ടാക്കാനോ പോകും, പക്ഷെ നമ്മൾ മുന്നിലോട്ട് കയറുക, അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേട്ടോ. ആര് പുറകിലോട്ട് പോകുക, മുന്നോട്ട് വരെ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെപ്പോഴും എന്തായിരിക്കണം, മുന്നിലോട്ട് തന്നെ പോകണം. ആരും നമ്മളെന്താ പുറന്തള്ളപ്പെടാനും നമ്മൾ പറ്റത്തില്ല, ആരെയും നമ്മൾ പുറന്തള്ളാനും ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാം ഇപ്പോഴും ടോപ്പായിരിക്കണം, നമ്മളെപ്പോഴും മുന്നോട്ട് വരണം, നമ്മുടെ ലക്ഷ്യസ്ഥാനം നേടണം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു പ്രൈം അജണ്ടയായിട്ട് നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും എന്താ പറയുക ക്ലാസ്സും എല്ലാം എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ അഡ 247 സൈറ്റിൽ വരിക, അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്താലും മതി കേട്ടോ. അഡ 247 സൈറ്റിൽ വരിക, അഡ 247 സെർച്ച് ചെയ്താൽ മതി. അവിടെ കണ്ടോ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് സ്റ്റേറ്റ് എക്സാംസിൽ വരിക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റിലേക്ക് വരിക. കേരള സ്റ്റേറ്റിൽ കേരള റെയിൽവേ എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അവിടെ NDPCയുടെ പുതിയ ബാച്ചും ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ചും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ NDPCയുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 2245 രൂപയ്ക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി നേടി ആ NDPCയുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 28-ാം തീയതിയാണ്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ്, ഈ മാസം 28-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സമയമൊന്നും കളയരുത്, അത് ആർക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ക്ലാസ്. 3 ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 4ാമത്തെ ബാച്ചാണ്. 3 ബാച്ചും കൃത്യമായിട്ട് ഓർഡറിൽ കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതിനകത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, ഇ ബുക്സും അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് ഇ ബുക്സും എല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പ്രിന്റഡ് ബുക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സെക്ഷനിൽ ഏറ്റവും താഴെ വരിക, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസിന് ഒരു പ്രിന്റഡ് ബുക്കാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ അത് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മത്സരത്തിനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. അവരുടെ സ്കോർ എത്രയാണ്, നിങ്ങളുടെ സ്കോർ എത്രയാണ്, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എത്ര മുന്നോട്ട് വരണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ലെവൽ ഉൾപ്പെടെ ഡിഫിക്കൽട്ടി ലെവലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നോ, നിങ്ങൾ എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ഓഫർ കോഡിൽ കിട്ടും. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 249 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ബുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ഫുൾ ടെസ്റ്റ് നിങ്ങൾക്ക് വേണം, അതായത് ഫുൾ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം വേണം. അതാ NDPCയുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. അതും Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 371 രൂപയ്ക്ക് നിങ്ങൾക്ക് അതും വാങ്ങാൻ പറ്റും. അപ്പോൾ അതാ എല്ലാ കാര്യങ്ങളുമായി, നമ്മുടെ ടെസ്റ്റായി, കോഴ്സായി. ഇനി GK GS പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം നമ്മുടെ CBT 1 CBT 2 CBT 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം GK ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. കാരണം CBT 1 എന്ന് പറഞ്ഞാൽ മാത്സ് റീസണിങ് അറിയാവുന്നവർ ക്ലിയർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ക്രീനിങ് ചെയ്ത് വരുന്ന കുട്ടികളാകുമ്പോൾ അവർ ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ നല്ല ടഫായിരിക്കും CBT 2. അവിടെ നമ്മുടെ സ്കോർ മുന്നോട്ട് കൊണ്ടുവരുന്നത് GK ആണ് കേട്ടോ. മാത്സും റീസണിങ് മാത്രമല്ല, GK കൂടെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റും. 50 മാർക്കാണ്. ആ 50 മാർക്കിൽ എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റും, എന്നാലേ 105 എബോയിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ GK നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ നമ്മുടെ SSCക്കകത്ത് ഒരു ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് കിടപ്പുണ്ട്. അത് റെയിൽവേ എക്സാംസിനായാലും SSC എക്സാമിനായാലും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന GK GSൻ്റെ ബുക്കാണ്. ആ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഏകദേശം 170 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 180 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ബുക്കും വാങ്ങാൻ പറ്റും കേട്ടോ. GK GS അതായത് NCERT ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. പക്കയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബുക്സായി, കോഴ്സായി. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ റെഡിയാണ്, ഞങ്ങൾ പഠിപ്പിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ബാച്ചിലെ കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ബാച്ചിലുണ്ടാവണം. നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞ രീതിക്ക് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോവുക. ഒരിക്കലും മടി പിടിച്ചിരിക്കരുത് കേട്ടോ. അപ്പം ഇനി എക്സാം ഡേറ്റ് വരട്ടെ, ഇനി സമയമുണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കരുത്. ആ ദിവസം കണ്ടോ 100 days ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. 100 days നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. NTPC റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ലെവലിലുള്ള ഫ്രീ ക്ലാസ്സസ് നമ്മുടെ ബാങ്ക് SSC മലയാളം ADA 247 ബാങ്ക് SSC മലയാളം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രീ എക്സാംസ് നിങ്ങൾക്ക് ഡെയിലി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിനകത്ത് ഫ്രീ എക്സാംസ് നടക്കുന്നുണ്ട്. ADA 247 ആപ്പിനകത്ത് ഫ്രീ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എല്ലാം ഫുള്ളി പാക്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.